നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേട്ടാ, ഞാൻ പറഞ്ഞ ആളെ കണ്ടിരുന്നോ? മാഡം, ദേ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ കാർഡാണ് മാഡം ഇത്. അതെ, ഇനി കാണുകയാണെങ്കിൽ എന്റെ നമ്പർ അറിയാലോ, അതിലേക്ക് വിളിക്കണം. ശരി മാഡം. വാക്കുകളല്ല, വിഷ്ണുവേട്ടന്റെ മൗനമാണ് വിഷ്ണുവേട്ട എന്നെ തകർത്ത് കളയുന്നത്. എനിക്കേറെ വേദന ഉണ്ടാക്കുന്നതും അത് തന്നെയാ. സത്യം അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോ ഒരു വാക്ക് വിഷ്ണുവേട്ടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളും വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർത്തവരാ നമ്മള്. ഒരുപാട് സ്വപ്നങ്ങളും നമ്മൾ ഒരുമിച്ച് കണ്ടതല്ലേ. എന്നിട്ടും എന്നിലെ സ്നേഹം മനസ്സിലാക്കിയെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരാശ്വാസവാക്ക് വിഷ്ണുവേട്ടന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായില്ലല്ലോ. ഇനി ഒരു പിടിവെള്ളി ഞാൻ കാണുന്നില്ല എന്റെ വിഷ്ണുവേട്ടൻ. ഓടി തളർന്നു വന്നിരിക്കുക വിഷ്ണുവേട്ടന്റെ ശാലിനി. ഇത്രയും നാള് ജീവിച്ചത് വിഷ്ണുവേട്ടനിലേക്ക് എന്തെങ്കിലും എത്തുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയാ ഇന്നെന്നേക്കുമായി അസ്തമിക്കാൻ പോകുന്നത്. അഗ്നിസാക്ഷിയായ എന്റെ കഴുത്തിൽ അണിയിച്ച താലി പോലെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിലും വിഷ്ണുവേട്ടൻ താലി കെട്ടാൻ പോകുന്നു. അതായത് വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒരു പടിയിറക്ക്, ഒരു പറിച്ചു മാറ്റം. പക്ഷെ അവസാന നിമിഷം വരെ വിഷ്ണുവേട്ടന് വേണ്ടി ഈ ശാലിനി പൊരുതും. കാരണം എനിക്ക് എന്റെ വിഷ്ണുവേട്ടനല്ലാതെ മറ്റാരുമില്ല. ഇനി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരികയില്ല. അതെന്റെ വിശ്വാസം. എപ്പോഴും പ്രതീക്ഷയില്ല. എന്നെ തേടി എന്നെ സഹായിക്കാനായി എവിടെ നിന്നെങ്കിലും ഒരു കോള് വരുമെന്നുള്ള പ്രതീക്ഷ. ചിലപ്പോ തോന്നലാവാം, മനസ്സിലെ ആഗ്രഹവും ആവാം. എന്തായാലും ഞാൻ പെട്ടെന്ന് അങ്ങനെ കീഴടങ്ങി തരാൻ ഒരുക്കമല്ല. കാത്തിരിക്കും. എനിക്ക് വേണ്ടി വിഷ്ണുവേട്ടനിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാനായി ഒരു അദൃശ്യ ശക്തിയുടെ സഹായം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.